ഹായ് ഫ്രണ്ട്സ്, മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കുടിയേറി പാർക്കുന്ന ആളാണല്ലേ എലി. അല്ലെങ്കിൽ തന്നെ ചെറിയ രീതിയിൽ ശല്യം ഉണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവരെല്ലാം വീട്ടിലോട്ട് തന്നെ താമസം തുടങ്ങും അല്ലേ. തുണിയായാലും ബുക്കുകളായാലും എന്ത് സാധനമായാലും നശിപ്പിച്ച് കീറി കയ്യിൽ തരും. ഇതാണല്ലേ അവസ്ഥ. അതേപോലെ തന്നെ ആഹാര സാധനങ്ങളൊക്കെ പുറത്ത് കിടന്നാൽ പിന്നെ പറയും വേണ്ട. അപ്പം എവരെയൊക്കെ ഓട്ടിക്കാൻ പറ്റിയ കുറച്ച് അടിപൊളി ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മളെ വീട്ടിലൊക്കെ പുതിനയില കാണുമല്ലേ. അപ്പോൾ പുതിനയില സ്മെല്ല് നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഈ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. പുതിനയില ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പുതിനയിലെ എണ്ണ ഉപയോഗിച്ചാലും മതിയാവും. എൻ്റെ വീട്ടിൽ എലി കയറാൻ പറ്റുന്നത് നമ്മുടെ അടുക്കളയിൽ ഗ്രില്ലിൽ ജനൽ വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ഇതേപോലെ പുതിനയില പിന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്മെല്ല് കാരണം എലി ആ ഭാഗത്തൂടെ കയറി വരാതിരിക്കും കേട്ടോ. അടുത്ത രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സവാള ഇതേപോലെ കൊത്തിയരിഞ്ഞ് എലി വരുന്ന ഭാഗത്ത് വിതറി കൊടുത്താൽ എലി ആ ഒരു സ്മെല്ല് കാരണം എലി പിന്നെ ആ പരിസരത്ത് പോലും വരില്ല. എലിക്ക് ഈ ഒരു സവാളയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് എലി ആ ഒരു പരിസരത്ത് പോലും വരില്ല. അടുത്തതായിട്ട് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടി കൊണ്ടുള്ളതാണ് കേട്ടോ. എലിയുടെ മാളത്തിൻ്റെ പരിസരത്തായിട്ട് നമ്മൾ ഇതേപോലെ കുരുമുളക് കുറച്ച് പൊടിച്ച് ഇട്ട് കൊടുത്താൽ പിന്നെ എലി ആ ഒരു ഭാഗത്ത് തന്നെ വരില്ല. കുരുമുളകിൻ്റെ രൂക്ഷമായ ഗന്ധം എലിക്ക് ഒട്ടും തന്നെ പിടിക്കില്ല, അപ്പം എലി ആ പരിസരത്ത് വരില്ല. ഇനി എലിയെ പമ്പ കടത്താൻ മാത്രമല്ല, എലിയെ നശിപ്പിക്കാനുള്ള കുറച്ച് ടിപ്പുകളും ഇവിടെ പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഒരു സ്പൂണോളം ഗോതമ്പ് പൊടി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദയുടെ പൊടിയായാലും മതിയാവും കേട്ടോ. ഇത് രണ്ടിൽ ഏത് പൊടിയായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ അതേ അളവിൽ തന്നെ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയുടെ സ്മെല്ലും അതേപോലെ തന്നെ പഞ്ചസാര സ്മെല്ലും ഒക്കെ നമ്മുടെ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പം നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 സ്പൂണോളം സോഡാപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അതിന് പകരം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം മാവിന് ഒരു പ്രത്യേക നിറം കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ഒന്ന് ചതച്ച് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പം മൂത്ത എണ്ണയും കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് ആ സ്മെല്ല് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുത്ത എണ്ണ. ഇപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി വന്ന എണ്ണ ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കൂടെ ആകുമ്പോഴത്തേക്ക് എലി കൂടുതലായിട്ട് ആകർഷിച്ച് വരും. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു ചിരട്ടയിൽ ഇതൊന്ന് തേച്ച് ഫിറ്റാക്കി വയ്ക്കാം. കാരണം എലിക്ക് നമ്മൾ ഇതേപോലെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ എലി ഈ സ്മെല്ല് പിടിച്ച് വരുമ്പോഴത്തേക്കും എലിക്ക് ഇഷ്ടമുള്ള ആളാണല്ലോ തേങ്ങയൊക്കെ. അപ്പോൾ തേങ്ങയുടെ ചിരട്ടയിൽ വയ്ക്കുമ്പോഴത്തേക്കും എലിക്കത് കൂടുതലായിട്ട് ആകർഷിക്കുകയും ചെയ്യും. എലി വന്ന് കൃത്യമായിട്ടത് കടിക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരട്ടയുടെ അറ്റ ഭാഗത്താണ് ഞാനിത് പുരട്ടി കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും എലി വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കടിയിൽ തന്നെ എലിക്ക് അതിൻ്റെ ആ ഒരു സംഭവം കിട്ടുന്ന വിധത്തിൽ ഇലയുടെ അറ്റം വെച്ചാൽ തുമ്പറ്റത്ത് തന്നെ കുറച്ച് നല്ല കട്ടിക്ക് തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും എലി വന്ന് കടിക്കുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് തന്നെ അത് ഉള്ളിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സോഡാപ്പൊടി കൂടി ഉള്ളത് കൊണ്ട് തന്നെ എലിക്കത് വയറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ എലിക്ക് വീടിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് പുറത്ത് ഓടി രക്ഷപ്പെടാനും അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുമുള്ള പ്രവണത അത് കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ ഇതേപോലെ മൊത്തത്തിൽ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് വച്ച് കൊടുക്കുകയാണേ. ഉണ്ടാക്കി വെച്ചൊരു കൂട്ട് തീരുന്നത് അറ്റം വരെ വച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എലി ഏത് സ്ഥലത്താണോ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എലി കയറുന്ന ഒരു സ്ഥലം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. ഏതെങ്കിലും പ്രത്യേക പൊത്തിലൂടെയോ അല്ലെങ്കിൽ ജനലിലൂടെയൊക്കെ ആയിരിക്കും എലി വരുന്നത് അല്ലേ. അപ്പം എൻ്റെ വീട്ടിൽ എലി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്തൂടെയൊക്കെയാണ് എലി കൂടുതലും കയറി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുക അടുപ്പിൻ്റെ സൈഡിൽ കൂടിയാണ് എൻ്റെ വീട്ടിൽ കൂടുതലും എലി കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എലിയെ ഓട്ടിക്കുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതുണ്ട്, ഈ ഒരു ഭാഗത്തൂടെയാണ് എൻ്റെ വീട്ടിൽ എലി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുമ്പോൾ എലി കൃത്യമായിട്ട് വരികയും ചെയ്യും. വന്ന ഉടനെ കടിക്കുന്നത് ഈ ഒരു കൂട്ടിലായിരിക്കും. അപ്പോൾ അതെൻ്റെ വയറ്റിൽ കൃത്യമായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും എലി വരുന്നത്. രാത്രി നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ എലിയുടെ ഭരണം തുടങ്ങുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അടുത്ത ടിപ്പെന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഗോതമ്പ് പൊടി കൊണ്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തേക്കാം കേട്ടോ. ഇതിലോട്ട് കുറച്ച് സിമൻറ്റാണ് കേട്ടോ. അതേ അളവിൽ തന്നെ എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കുറച്ച് മേലെ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുഴയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എലി വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു പൊടിയുടെ കൂട്ട് വെച്ച് കൊടുത്താൽ മതി. ഗോതമ്പിൻ്റെ സ്മെല്ല് എലിക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ. അപ്പം എലി ആ ഒരു സ്മെല്ല് പിടിച്ചിട്ട് എലി വരും. എലി വന്നിട്ട് ഈ ഒരു കൂട്ട് നക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഉള്ളിലോട്ട് പോകും. സിമൻറ്റും കൂടിയാണ് ഉള്ളിലോട്ട് പോകുന്നത്. അപ്പം എലി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എലിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് എലിക്ക് വയറ്റിൽ ഭയങ്കരമായ വെപ്രാളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് എലി വെള്ളം തിരക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ചിന്തൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എലിഞ്ഞ് വെള്ളം തിരക്കി ഇതിലോട്ട് എങ്ങും പോകേണ്ട, പൾസത്ത് തന്നെ ഒരു അടപ്പ് കൂടിലായിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എലി ഒരു പൊടി കഴിച്ചതിന് ശേഷം എലിക്ക് അസ്വസ്ഥം ഉണ്ടാകുമ്പോഴത്തേക്കും എലി എന്താ ചെയ്യുക, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പം ഉള്ളിൽ പോയ സിമൻറ്റ് വയറ്റിൽ കിടന്നത് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ എലി ചത്ത് പോകാനും ഇത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി നമ്മളെ വീട്ടിൽ എലി വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതൽ പറയാം. നമ്മുടെ വീട്ടിലേക്ക് പരിസരത്തും കാടും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുക. അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ തുറന്നു വയ്ക്കാതെയും പുറത്തേട്ട് വലിച്ചെറിയാതെ ഇരിക്കുക. ശ്രദ്ധിച്ചാൽ നമുക്ക് എലിശല്യം ഒട്ടുമിക്ക സമയത്ത് നമുക്കത് കുറച്ചെടുക്കാൻ പറ്റും. മഴക്കാലം ആകുമ്പോഴത്തേക്ക് എന്തായാലും എലി അകത്ത് കയറുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ തുറന്നു വയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാതെ എലിയുടെ ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ പരിസരത്തുള്ള കാടൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എലി ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സിമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കല്ല് കൊണ്ടൊക്കെ അടച്ചെടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ നമുക്ക് എലിശല്യം നല്ല രീതിയിൽ തന്നെ മാറ്റിക്കളയാൻ പറ്റും. നമ്മൾ തുണിത്തരങ്ങളൊക്കെ നമ്മൾ വാരിക്കൂട്ടിടുമ്പോഴത്തേക്ക് അവിടെ എലി വന്ന് താമസാക്കി പിന്നെ അത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ അവർ സെറ്റാവും. അപ്പം നമ്മൾ തുണിയും അതേപോലെ തന്നെ ബുക്കുകളൊക്കെ ഇത് കഴിച്ച് കയറി നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാകാതെ ഇരുന്ന എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.